2008 എനിക്ക് ചെറിയൊരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൂരിലെ മലബാർ ചേംബർ ഓഫ് കോമേഴ്സും അതുപോലെ തന്നെ അജിത് ബാലകൃഷ്ണൻ ഫൗണ്ടേഷനും ചേർന്നുകൊണ്ട് അധ്യാപകർക്കായിട്ടൊരു മത്സരം നടത്തിയിരുന്നു. ക്ലാസ് റൂമിൽ എങ്ങനെ ഒരു പാഠഭാഗം നൂതനമായി അവതരിപ്പിക്കാമെന്നായിരുന്നു അവരുടെ ആവശ്യം. അത് ഞാൻ 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലുള്ള ഒരു ഭാഗം കൃത്യസമയം പറയാമോ എന്ന ഒരു പാഠഭാഗം അത് ടീച്ചിങ് എയ്ഡിലേക്ക് കൂടി ഞാൻ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിന് അന്ന് എനിക്ക് അവാർഡ് ലഭിച്ചു. വലിയൊരു അംഗീകാരമായിരുന്നു. പത്രത്തിലൊക്കെ വലിയ ഒരു എന്താ പറയേണ്ടത് നല്ലൊരു പബ്ലിസിറ്റി ഉണ്ടാക്കിയ ഒന്നായിരുന്നു. അപ്പം അതിന് ശേഷമാണ് 2009-10 ആ കാലഘട്ടത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അതായത് ഒരു അധ്യാപകൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ ആ ഒരു സൗഭാഗ്യം വന്നു ചേർന്നത്. ദേശീയ അധ്യാപക അവാർഡ് ഏതൊരു അധ്യാപകനും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതെനിക്ക് 2009-10 എനിക്ക് ലഭിച്ചത് എൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു മറക്കാനാവാത്ത സംഭവമായിരുന്നു. അവാർഡ് വാങ്ങുന്ന ആ സുദിനം ഇന്നും എൻ്റെ മനസ്സിൽ അതങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം വന്ന് അവാർഡ് ലഭിക്കുമ്പോൾ കിട്ടിയതായിട്ടുള്ള കടലാസ് നേരെ തപ്പാലാണ് ആദ്യം വരുന്നത്. അപ്പം കിട്ടുമ്പോൾ തന്നെ ഞാനങ്ങ് അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഒരു മെസ്സേജും കൂടി വന്നു, ഇന്ന ദിവസം അവാർഡ് വാങ്ങാനായിട്ട് ഡൽഹിയിൽ വരണം എന്നുള്ളത്. അപ്പം അതിനുശേഷം ഉള്ള ദിവസങ്ങളൊക്കെ ഞാനങ്ങനെ എന്താ പറയേണ്ടത് നിലത്തല്ല നിന്നിരുന്നത്. അങ്ങനെ ഒരു വളരെ എന്താ പറയേണ്ടത് ആ സന്തോഷം കൊണ്ടുള്ള ആ അഭിമാനം കൊണ്ടുള്ള ഒരു മുഹൂർത്തങ്ങളായിരുന്നു. സ്കൂളിലായാലും കുട്ടികളുടെ മുമ്പിലായാലും നാട്ടുകാരുടെ മുമ്പിലായാലും എല്ലാം ഒരു 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 വല്ലാത്തൊരു അനുഭവമായിരുന്നു ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നത്. അപ്പം അന്ന് തന്നെ ഒരാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഈ അവാർഡ് പോകാൻ വേണ്ടി. അപ്പോൾ അത് പിന്നെ ബുക്ക് ചെയ്യാനൊക്കെ വലിയ പണിയുണ്ടായിരുന്നു. അപ്പം അന്ന് ബുക്ക് ചെയ്തിരുന്നത് രാജധാനി എക്സ്പ്രസ്സിലായിരുന്നു. ഫാമിലിയും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും മുൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായിരുന്ന PV വത്സൻ മാസ്റ്ററും ഭാര്യയും എൻ്റെ കുടുംബവും ഞാനും ഭാര്യയും 2 മക്കളും ആയിരുന്നു നമ്മുടെ ഈ അവാർഡ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത്. അപ്പം അന്ന് ഇവിടുന്ന് രാജധാനി എക്സ്പ്രസ്സിൽ കയറുമ്പോൾ വല്ലാതെ പേടിച്ചു പോയിരുന്നു. രാത്രി 1:30 മണിക്കാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തുന്നത്. വളരെ വിജനമായ ആരുമില്ല. ആ വണ്ടിയിൽ അങ്ങനെ ആരും കയറാത്തതുകൊണ്ട് ആരും ഇറങ്ങാനില്ല, ഞങ്ങൾ മാത്രമേ കയറാനുണ്ടായിരുന്നുള്ളൂ. അപ്പം വണ്ടി വന്നു. പക്ഷേ വണ്ടിയുടെ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല, എല്ലാം ലോക്കാണ്. ആകെ ഒരു മാനസിക പ്രയാസം, എന്താ ചെയ്യുക, തുറക്കാൻ കഴിയുന്നില്ല, ആരും ഇല്ലാത്തൊരു ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഒരു പേടി, വണ്ടി പോകല്ലോ, വണ്ടി ആകെ ഒരു അര മിനിറ്റ് മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ സ്കൂളിലെ ഐരിഷ് മാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. മാഷ് കുറേ ഓടി ഓരോ വാതിലും തച്ച് അവസാനം ഒരു വാതിൽ തുറന്നു കിട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ലഗേജുമായിട്ട് ഓടിയ ഒരു അനുഭവം, എങ്ങനെയോ വണ്ടിയിൽ എങ്ങനെ കയറി ചെയ്യുന്നു എന്നുള്ളത് ഒരു പറയാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ എങ്ങനെയല്ലോ വണ്ടി കയറി അപ്പോഴത്തേക്കന്നെ വണ്ടി വിടുകയും ചെയ്തിരുന്നു. പിന്നെ ഇരുട്ടത്ത് അങ്ങനെ തപ്പിയിട്ട് ഒരു 3-4 കമ്പാർട്ട്മെൻറ്റ് ബാക്കോട്ടായിരുന്നു. അവിടെ എങ്ങനെയോ നമ്മളെത്തി. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ്, പിന്നെ വെളിച്ചുമില്ല. അതുകൊണ്ട് അങ്ങനെ തപ്പിയിട്ടായിരുന്നു അവിടെ എത്തി. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ വേറെ പണിയൊന്നുമില്ല, നമ്മൾ നേരെ കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ നിസാമുദ്ദീനിലെത്തുന്നത്. അപ്പം അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമ്മുടെ മത്സമാഷുള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാ സംവിധാനം അദ്ദേഹം അവിടെ ഒരുക്കി വെച്ചിരുന്നു. അപ്പോൾ നേരെ നമ്മൾ കേരള ഹൗസിലേക്കാണ് പോയത്. കേരള ഹൗസ്. അപ്പം അവിടെ എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നു. നമുക്ക് നല്ല സുഖമുള്ള റൂം കിട്ടി. അപ്പോൾ അവിടുന്ന് തന്നെ ഭക്ഷണവും ഉണ്ടായിരുന്നു. നല്ല കേരള ഭക്ഷണം കിട്ടുന്നുണ്ട്, യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് എവിടെയും പോയില്ല, അന്ന് അവിടെ തങ്ങി. പിറ്റേ ദിവസം നമ്മൾ സൈറ്റ് സീനിന് പോവുകയാണ് ചെയ്തത്. അതായത് ആഗ്ര, താജ്മഹൽ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ
പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ ആ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കുകയാണ് ചെയ്തത്. ഇതുവരെ കാണാത്ത എല്ലാ സ്ഥലങ്ങളും വളരെ ജോളിയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അന്ന് രാത്രി ഒരു 12 മണിക്കാണ് തിരിച്ച് കേരള ഹൗസിലെത്തുന്നത്. അടുത്ത ദിവസം നമ്മൾ നമ്മുടെ അന്നത്തെ മന്ത്രിയായിരുന്നു ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനൊരവസരം ലഭിച്ചു. അങ്ങനെ അതൊരു അനുഭവമായിരുന്നു. മന്ത്രിയുടെ വീട്ടിലേക്ക് പോവുക, അദ്ദേഹത്തിൻ്റെ സൽക്കാരത്തിൽ പങ്കെടുക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ തന്നെ നമുക്ക് രാഷ്ട്രപതി ഭവനിലും അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണാനും ഒക്കെയുള്ള ഒരു അസുലഭമായ ഒരു സന്ദർഭം ലഭിച്ചത് ഇന്നും ഓർമ്മിക്കുകയാണ്. അപ്പം അവിടുന്ന് തിരിച്ച് വീണ്ടും കേരള ഹൗസിലേക്ക് വന്നു. പിറ്റേ ദിവസം നമ്മുടെ MP ആയിരുന്ന ശ്രീ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് കൂടിച്ചേരണമെന്ന്. അങ്ങനെ അദ്ദേഹം ഒരു ട്രീറ്റൊക്കെ തന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വകയായി ഒരു ദിവസത്തെ ഒരു ട്രിപ്പ്, നമ്മൾ കാണാത്ത പല സ്ഥലങ്ങളും അവരുടെ വണ്ടിയിൽ തന്നെ പോകാനും ഒക്കെയുള്ള ഒരു അവസരം അന്നും ലഭിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസമാണ് നമ്മുടെ അവാർഡ് ദാന ചടങ്ങിന് വേണ്ടിയുള്ള ദിവസം ആരംഭിക്കുന്നത്. അന്ന് കാലത്തെ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് 5 സ്റ്റാർ ഹോട്ടലായ താജ് ഹോട്ടലിലായിരുന്നു. അവാർഡ് ലഭിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പിലാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പോയത് 5 സ്റ്റാർ ഹോട്ടലായ അശോകയിലാണ്. അവിടെയാണ് നമുക്കുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. അപ്പം അന്ന് ഉച്ചവരെ അവിടെ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പം അവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് കേട്ടത് ഒരാൾക്ക് ഒരു നേരം 2000 രൂപയോളം ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അന്ന് എല്ലാവർക്കും, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഈ അവാർഡ് കമ്മിറ്റിയുടെ വകയായുള്ള ഒരു ചെറിയൊരു സൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ അവിടെ ബസ് വന്നു. ഒപ്പം ഓരോ സ്റ്റേറ്റിലുള്ള 14 പേർ, നമ്മുടെ കേരളത്തിൽ നിന്ന് 14 പേരുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് വന്ന അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റൂമാണ്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് ഒരു സൈറ്റ് സീൻ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ നടത്തുകയുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അവർ നമുക്ക് വൈകുന്നേരം നിർദ്ദേശം തന്നു. നാളെ രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ എല്ലാവരും റെഡി ആവണം. നാളെ ഒരു ട്രീറ്റ് ഉണ്ട്, പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഒരു ട്രീറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് റെഡിയാണെന്ന്. അപ്പം അങ്ങനെ അന്നത്തെ ദിവസം അവിടെ ചെലവഴിച്ചു. അടുത്ത ദിവസം, അതായത് അവാർഡ് വാങ്ങുന്നതിൻ്റെ തലേ ദിവസം രാവിലെ 9 മണിക്ക് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ വസതിയിലായിരുന്നു നമുക്ക് ഒരു സ്വീകരണം. രാവിലത്തെ ഭക്ഷണം അവിടെയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നേരെ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് അവാർഡ് വാങ്ങേണ്ട സ്ഥലമായിരുന്ന വിജ്ഞാൻ ഭവനിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് അവാർഡ് ലഭിക്കേണ്ടത്. അപ്പോൾ തലേന്ന് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അപ്പം നാളെ ആണ് അവാർഡ് വാങ്ങേണ്ടത്. അപ്പോൾ ഇന്ന് അതിൻ്റെ റിഹേഴ്സൽ, വിജ്ഞാൻ ഭവൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന ഒരു വലിയൊരു ഓഡിറ്റോറിയമാണ് ഗവൺമെൻറ്റിൻ്റെ. അപ്പം അവിടെ ഓരോരുത്തർക്കും നമ്മൾ പേര് വെച്ചിട്ടുള്ള കസേരയിൽ പേര് നമ്പറൊക്കെ ഇട്ടുള്ള സ്ഥലമുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. അങ്ങനെ എല്ലാവരെയും അവിടെ ഇരുത്തി അങ്ങനെ നാളെ നടക്കേണ്ട ആ ചടങ്ങ് എങ്ങനെ നടത്തണം എന്നതിനെ പറ്റിയുള്ള റിഹേഴ്സൽ നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവിടുന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു വീണ്ടും തിരിച്ച് ഹോട്ടലിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പം അന്ന് അങ്ങനെ കഴിച്ചു. അന്ന് രാത്രി അവിടെ ഹോട്ടലിൽ നല്ല ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ച് പിറ്റേ ദിവസത്തെ ആ ഒരു മധുര സ്മരണകൾ മനസ്സിൽ അങ്ങനെ വെച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു രാത്രി കടന്നുപോയി. നേരെ നമ്മുടെ അവാർഡ് ദിനമായ സെപ്റ്റംബർ 5 അങ്ങനെ വന്നു ചേർന്നു. രാവിലെ തന്നെ
എല്ലാ കാര്യങ്ങളൊക്കെ നടത്തി. അപ്പം ഞാൻ അന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സൂട്ട് ധരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സൂട്ട് ധരിക്കുന്നത്. ഈ അവാർഡിന് എല്ലാവരും പറഞ്ഞ് സൂട്ട് ധരിച്ചിട്ട് പോകണമെന്ന്. അപ്പോൾ അങ്ങനെ സൂട്ടൊക്കെ ധരിച്ച് ഫുൾ ടിപ്പിൽ അങ്ങനെ ആ വണ്ടി വന്നു. ഞങ്ങളെല്ലാവരും കൂടി വിജ്ഞാൻ ഭവനിലേക്ക് പോയി. ഞങ്ങളെല്ലാവരും വിജ്ഞാൻ ഭവനിൽ കയറി. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇരിപ്പിടം ഉണ്ടായിരുന്നു, പേരൊക്കെ എഴുതിയ. അപ്പം അതിൽ അങ്ങനെ നമ്മളൊക്കെ ഇരുന്നു. നമ്മൾ വന്ന ഗസ്റ്റുകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ അതിന് പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു. അപ്പം ഓരോ റോ ആയിട്ടാണ്. ഇപ്പം കേരളത്തിൽ പോയവരൊക്കെ ഒരു റോ ആയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ റോ ആയിട്ടാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ആയിട്ടാണ് വിളിക്കുക. അപ്പോൾ ആ വിളിക്കുമ്പോൾ നമ്മൾ വരിവരിക്ക് തന്നെ പോവുക, പോയിട്ട് അവാർഡ് വാങ്ങുക. അവാർഡ് വാങ്ങേണ്ടത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ശ്രീമതി പ്രതിഭ പട്ടേലായിരുന്നു. അപ്പം അവർ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ അക്ഷമരായി ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനിടയിൽ ഓരോ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് അങ്ങനെ എല്ലാവരും മസിൽ പിടിച്ചിരുത്തായിരുന്നു. ഓരോരുത്തർക്കും അവരുടേതായ ഇതൊരു അഭിമാന നിമിഷമാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ എന്താ പറയേണ്ടത്, ഒരു സ്വർഗം കിട്ടിയ പോലുള്ളൊരവസ്ഥയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ വേണ്ടത്, എവിടെയോ അങ്ങനെ പറക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്രതിഭ പട്ടേൽ വന്നു. അങ്ങനെ ഇതിങ്ങനെ അവാർഡ് കുറച്ച് സമയം സംസാരിച്ചിരുന്നു. ആ ചടങ്ങിൽ അന്നത്തെ മാനവശേഷി വിഭവ മന്ത്രിയായിരുന്ന കപിൽ സിബലിട്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോരു സംസ്ഥാനത്തുള്ള അധ്യാപകരെ പേര് വിളിക്കുകയാണ് ചെയ്യുക. വിളിക്കുമ്പോൾ പോവുക, തൊഴുക, നേരെ അവാർഡ് വാങ്ങുക, നേരെ തിരിച്ചു പോയിക്കൊള്ളുക. അത് പ്രസിഡന്റിനെ തൊടാനൊന്നും പാടില്ല, കൈയൊന്നും തൊടാൻ പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. നിൽക്കുക, ഒന്ന് ഫോട്ടോന് പോസ്റ്റ് ചെയ്യുക, തിരിച്ച് നേരെ വന്നിട്ട് അതത് സ്ഥലത്തിരിക്കലായിരുന്നു. അങ്ങനെ ഏകദേശം അതൊരു കുറേ സമയം എടുത്തു. ഓരോ സ്റ്റേറ്റിങ്ങനെ വിളിച്ച് അപ്പം അതിന് ശേഷമാണ് എല്ലാവരും കൂട്ടം ചേർന്നുകൊണ്ട് ഒരു ഫോട്ടോ സെഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ആ ഒരു അനുഭവം നമുക്കൊരിക്കലും മറക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് ഈ അവാർഡ് ദാന ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പം അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ ഒരു അഭിമാനം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അവിടുന്ന് നമുക്ക് ഭക്ഷണം അവിടെ തന്നെയായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ അവിടുത്തെ പുൽമേട്ടിൽ അങ്ങനെ ഇരുന്ന് വൈകുന്നേരം വരെ അങ്ങനെ ഫോട്ടോ എടുക്കും, പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങനെ അനുഭവങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് വൈകുന്നേരമായി വീണ്ടും ഹോട്ടലിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പം ഈ ദേശീയ അധ്യാപക അവാർഡ് നേടുക എന്നത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസുലഭമായ ഒരു നിമിഷമാണ്. അതിൽ കൂടി എനിക്ക് ഈ അവസരത്തിൽ കടന്നു പോകാൻ സാധിച്ചത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വിദ്യാലയത്തിനും എൻ്റെ നാട്ടുകാർക്കും ഒക്കെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവാർഡ് കിട്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് വന്നത്, നമ്മൾ വരുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിലായിരുന്നു വന്നിരുന്നത്. ഫ്ലൈറ്റിലാണ് നേരെ അവിടുന്ന് ഒരു പിറ്റേ ദിവസം കാലത്ത് 7 മണിക്ക് അത് നേരെ ഞങ്ങൾ മംഗലാപുരത്തേക്കാണ് വന്നത്. മംഗലാപുരത്ത് വന്നു, അന്ന് അവിടെ താമസിച്ചു. അപ്പോൾ അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം പുലർച്ചെ പിറ്റേ ദിവസം രാവിലത്തെ വണ്ടിക്കാണ് കണ്ണൂർ വന്ന് ഇറങ്ങുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് നടന്ന സ്വീകരണം, നൂറുകണക്കിന് നാട്ടുകാരും അതുപോലെ തന്നെ അധ്യാപകന്മാരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സ്വീകരണം. ആ സ്വീകരണത്തിന് ശേഷം ആനയിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി തോട്ടടയിൽ എത്തി. ആ തോട്ടടയിൽ വെച്ച് വാദ്യഘോഷങ്ങളോടുകൂടിയായിരുന്നു ഒരു തുറന്ന ജീപ്പിലൊക്കെ ഒരു വലിയൊരു മന്ത്രിയെപ്പോലെ, ഒരു എന്താ പറയേണ്ടത്, അങ്ങനത്തെ ഒരു വലിയൊരു ആളെപ്പോലെ അങ്ങനെ തുറന്ന ജീപ്പിലായിരുന്നു കൊണ്ടുവന്നത്. മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ചടങ്ങിൽ. അങ്ങനെ നേരെ സ്കൂളിലേക്ക് വന്നു. സ്കൂളിൽ അതിനുശേഷം ഒരു വലിയൊരു ചടങ്ങ് നടക്കുകയുണ്ടായി. അതിൽ മന്ത്രിമാരും അതുപോലെ തന്നെ MLA മാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
സാമൂഹ്യ പ്രവർത്തകരും അധ്യാപകന്മാരും ഒക്കെ ഉള്ള ഒരു മഹത്തായൊരു ചടങ്ങായിരുന്നു. അങ്ങനെയാണ് എൻ്റെ അവാർഡ് സ്വീകരിച്ചുകൊണ്ടുള്ള ആ ഒരു യാത്ര അവസാനിക്കുന്നത്. ദേശീയ അധ്യാപക അവാർഡിന് അർഹനായ തോട്ടട വെസ്റ്റ് UP സ്കൂളിലെ പ്രധാന അധ്യാപകൻ VK രഞ്ജിത്ത് മാസ്റ്ററെ കുറിച്ചാണ് ഇന്നത്തെ വ്യക്തികൾ വിശേഷങ്ങൾ. വിദ്യാലയത്തിനകത്തും പുറത്തും വൈവിധ്യമാർന്ന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് രഞ്ജിത്ത് മാസ്റ്റർ. പഠനം രസകരമാക്കുന്നതിന് രഞ്ജിത്ത് നിർമ്മിച്ച പഠന സാമഗ്രികളും കളിക്കോപ്പുകളും ദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റുകയും NCRTA അവാർഡ് നേടുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനതല ശാസ്ത്രമേളകളിലും നിരവധി തവണ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച സംസ്ഥാനതല സാഹിത്യ ശില്പശാലയിൽ പങ്കെടുത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള തളിര് ഗ്രന്ഥരചനയിലും മുഖ്യ പങ്കുവഹിച്ചിരുന്നു. തനിക്ക് ലഭിച്ച ദേശീയ അധ്യാപക അവാർഡ് നാടിനും വിദ്യാലയത്തിനും വേണ്ടി സമർപ്പിക്കുന്നുവെന്ന് VK രഞ്ജിത്ത് പറഞ്ഞു. എനിക്ക് കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് തോട്ടട വെസ്റ്റ് UP സ്കൂളിന് കിട്ടിയ അവാർഡായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് എനിക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ 2 വർഷം മുമ്പ് നടപ്പിലാക്കിയ ശാസ്ത്രീയ ജലവിനിയോഗ പദ്ധതി ഏവരുടെയും പ്രശംസ നേടിയിട്ടുണ്ട്. ജലം പാഴാക്കാതെ സംരക്ഷിക്കുക എന്ന ആശയമാണ് രഞ്ജിത്ത് മാസ്റ്റർ ഇതിലൂടെ നൽകിയത്. പഠനം രസകരമാക്കുന്നതിലുള്ള തന്റെ നൂതന ആശയങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും കുറിച്ച് രഞ്ജിത്ത് മാസ്റ്റർ ഇങ്ങനെ പ്രതികരിക്കുന്നു. ഞാൻ ഈ കണ്ടുപിടുത്തങ്ങളിൽ തുടക്കം കുറിച്ചത് 1987 NCERT അധ്യാപകർക്കായി ഒരു കളിക്കോപ്പ് നിർമ്മാണ മത്സരം സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ. ഞാൻ അന്ന് ഒരു പരീക്ഷണമെന്ന നിലയിൽ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി കണക്ക് എളുപ്പത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഗുണന പട്ടിക എളുപ്പത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയത്. നൂതന പഠന സമ്പ്രദായങ്ങളും സാമഗ്രികളും ഉപയോഗിച്ച് അധ്യയനം നടത്തുന്ന അധ്യാപകർക്ക് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും മുംബൈ അജിത് ബാലകൃഷ്ണൻ ഫൗണ്ടേഷനും നൽകി വരുന്ന നൂതന അധ്യാപക അവാർഡ് രഞ്ജിത്ത് മാസ്റ്ററെ തേടിയെത്തിയിട്ടുണ്ട്. കൂടാതെ തോട്ടട വെസ്റ്റ് UP സ്കൂൾ പ്രസിദ്ധീകരിച്ച സോപാനം കയ്യെഴുത്ത് മാസികയ്ക്ക് 2 തവണ സംസ്ഥാന തലത്തിൽ സമ്മാനങ്ങൾ ലഭിച്ചു. സ്കൂളിനെ എടക്കാട് ബ്ലോക്കിലെ മികച്ച വിദ്യാലയമാക്കുന്നതിന് പിന്നിൽ രഞ്ജിത്ത് മാസ്റ്ററുടെ നിസ്വാർത്ഥ സേവനമാണുള്ളത്. മാറിയ കാലത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചുള്ള രഞ്ജിത്തിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്. പണ്ട് കുട്ടികൾ ഈ ബൈഹാർട്ട് സ്റ്റഡി ആയിരുന്നു. പുസ്തകങ്ങൾ വായിക്കുക, അത് മനഃപ്പാഠം പഠിക്കുക, അതിൻ്റെ പരീക്ഷ എഴുതുക, കുട്ടിക്ക് നല്ല മാർക്ക് വാങ്ങിക്കുക. അങ്ങനെ മാർക്ക് വാങ്ങുന്ന കുട്ടികളായിരുന്നു ഏറ്റവും മിടുക്കന്മാർ എന്നുള്ളൊരു ഒരു കൺസെപ്റ്റായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. എല്ലാ കുട്ടികൾക്കും അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും അവർക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ സ്കൂളിലും നല്ല നിലയിൽ പ്രവർത്തിക്കാനും ശോഭിക്കാനുമുള്ള ഒരു അവസരം ഇന്നത്തെ പാഠ്യപദ്ധതി കൊണ്ട് സാധിക്കുന്നു എന്നത് സത്യമാണ്. സ്കൗട്ട് പ്രസ്ഥാനത്തിലും രഞ്ജിത്തിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ സ്കൗട്ട് നൽകി വരുന്ന പരമോന്നത ബഹുമതിയായ ഹിമാലയ വുഡ് ബാഡ്ജ് മെഡൽ ഓഫ് മെറിറ്റ് എന്നിവയും രഞ്ജിത്ത് മാസ്റ്ററെ തേടിയെത്തി. വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ രഞ്ജിത്ത് മാസ്റ്ററെ തോട്ടട വെസ്റ്റ് UP സ്കൂളിലേക്ക് സ്വീകരിച്ചാനയിക്കുകയായിരുന്നു. പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തി മാതൃകാപരമായ അധ്യാപന ജീവിതം നയിച്ച വ്യക്തിയാണ് രഞ്ജിത്ത് മാസ്റ്റർ എന്നും ദേശീയ അധ്യാപക അവാർഡ് അർഹമായ കൈകളിൽ തന്നെയാണ് എത്തിയതെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. നാട്ടുകാരും വിദ്യാർത്ഥികളും അധ്യാപകന്മാരും രഞ്ജിത്ത് കുമാറും തമ്മിലുള്ള അന്തരമേ ഇല്ല. അത്രയേറെ ആത്മബന്ധിതരാണ്. മാതൃകാപരമായ അധ്യാപക ജീവിതം കൊണ്ട് സമൃദ്ധവും സമ്പന്നവുമാണ് രഞ്ജിത്ത് കുമാറിന്റെ സേവനനിരതമായ പ്രവർത്തനങ്ങളെന്ന് ഞാൻ മുഖ്യമന്ത്രി കൂടാതെ തന്നെ മനസ്സിലാക്കി. കണ്ണൂർ സൗത്ത് വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമാണിത്. അങ്ങനെ മികച്ച വിദ്യാലയമാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ സമർപ്പണബോധത്തിന്റെയും സേവനത്തിന്റെയും കർമ്മപാതയിലൂടെ സഞ്ചരിച്ചതാണ് രഞ്ജിത്ത് കുമാർ. എടക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. K സുധാകരൻ MP ഉപഹാര സമർപ്പണവും അനുമോദന പ്രസംഗവും നടത്തി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ T കൃഷ്ണൻ, എടക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബു, M മുകുന്ദൻ മാസ്റ്റർ, PV വത്സരൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു.